ബാക്ക് അഗൈൻ പുതിയൊരു വീഡിയോ. അങ്ങനെ നമ്മൾ യൂട്യൂബിൽ സക്സസ്ഫുള്ളി 10K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും നമുക്ക് പുതിയ പുതിയ ചുവടുവെപ്പുകൾ നടത്താനുണ്ട്. തുടർന്ന് നിങ്ങളുടെ ഇതേപോലത്തെ സപ്പോർട്ട് തന്നെ വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ ആണെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് 1 ലൈക്ക് അടിക്കണം, അതുപോലെ തന്നെ 1 മില്യണൊക്കെ അടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പിൽ എന്തോ ഒരു എലഗൻസ് ഉള്ള പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ? എനിക്ക് മാത്രമാണോ? എന്തായാലും ഇവിടെ ഒരു എലമെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്നൊരു ലൈറ്റ് എൻ്റെ ഫേസിലേക്ക് അടിക്കുന്നുണ്ട്. അതെ, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ നമ്മളൊരു DIY സോഫ്റ്റ് ബോക്സ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ആൻഡ് ഇപ്പോൾ ഞാൻ ഈ DIY സെറ്റപ്പ് എവിടെയാണ് പ്ലേസ് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ DIY സെറ്റപ്പ്. അടിപൊളിയായിട്ട് തന്നെ ലൈറ്റ് നിന്ന് കിട്ടുന്നുണ്ട്. മൊത്തത്തിലൊരു 20 റുപ്പീസ് സെറ്റപ്പാണ് ഈ ഒരു DIY സോഫ്റ്റ് ബോക്സ് റെഡിയാക്കാൻ എനിക്ക് ചിലവെന്ന്. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെ ഈ ഒരു സംഭവം റെഡിയാക്കി എടുക്കാന്നുള്ളത്. ഹായ്, എന്താ പരിപാടി? നമുക്കൊരു ഡേഞ്ചറസ് കത്തി വേണം, മീൻ വെട്ടുന്നത് തന്നെ ആയിക്കോട്ടെ. പിന്നെ ഒരു കാർഡ്ബോർഡും എടുത്ത് നേരെ നമ്മുടെ വർക്ക് സ്റ്റേഷനിലേക്ക്. ഇനിയാണ് കഥ തുടങ്ങുന്നത്. സോഫ്റ്റ് ബോക്സ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് വെയിറ്റ് കുറഞ്ഞത്, അതുപോലെ സ്ട്രെങ്ത്ത് കൂടിയ കാർഡ്ബോർഡ് എടുക്കുക. അതാകുമ്പോൾ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. എത്ര വലിയ സൈസാണോ അതിനനുസരിച്ചുള്ള ഡോമും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബോക്സിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള 2 വലിയ പീസുകൾ വേണം. സോ നമുക്ക് പൊളിച്ചെടുക്കുക, വേറെ ഒന്നുമില്ല. എൻ്റെ മോനെ വേറെ ലെവൽ. അപ്പോൾ നമുക്ക് 2 ഐഡൻറ്റിക്കൽ പീസുകൾ കിട്ടി. ഒന്നങ്ങോട്ട് നൈസായിട്ട് മാറ്റി വയ്ക്കുക, മറ്റേതിലാണ് ഇനി നമ്മുടെ പരിപാടി. അപ്പോൾ സം എൻജിനീയറിംഗ് തിങ്സ് ആണ് ഗൈസ്. അങ്ങനെ നമ്മൾ 3 പോർഷനും ഈക്വലായിട്ട് ഡയമെൻഷൻ ചെയ്തു, അതായത് ലൈൻ ഇട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ആ ലൈൻ ഇട്ട പോർഷനിലൂടെ ഷാർപ്പായിട്ട് അങ്ങോട്ട് ഒടിച്ചെടുക്കണ്ട, ഒടിച്ച് വയ്ക്കാം. മതി. നമ്മുടെ സോഫ്റ്റ് ബോക്സിൻ്റെ, അതായത് ഹെക്സഗൺ ഷേപ്പിലുള്ള സോഫ്റ്റ് ബോക്സിൻ്റെ പകുതിയായി കഴിഞ്ഞു ഗൈസ്. നമ്മൾ പോലും അറിയാതെ അധോലോകമായി. ഇനിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നൗ ഇറ്റ്സ് ദ ടൈം ഫോർ ഷോർട്ട് കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ബ്രേക്ക്. വിശ്രമവേളകൾ ആനന്ദകരമാക്കാം. കൂടെ ഒരു തണ്ണിമത്തനോട് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ലെവലാണ്. ബാക്ക് ടു വർക്ക് ഗൈസ്. ഇനി നമ്മൾ നേരത്തെ ചെയ്തെടുത്ത, അതായത് ആ ഒരു കാർഡ്ബോർഡിൽ ചെയ്തെടുത്ത സെയിം എഫക്റ്റ് മീൻസ് നമ്മൾ കട്ടിങ് മാർക്കൊക്കെ ചെയ്ത സെയിം പരിപാടി തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു ഷീറ്റ് ഉണ്ടല്ലോ, അതിൽ ചെയ്തെടുക്കണം. ആ ഒരു ഷീറ്റ് ഇല്ലെങ്കിൽ വീണ്ടും ഒരു കാർഡ്ബോർഡിനെ കൂടെ നിങ്ങൾക്ക് രക്തസാക്ഷിയാക്കേണ്ടി വരും. ഡൺ. ആൻഡ് ഫൈനലി നമുക്കൊരു അമ്മ പെറ്റ 2 അളിയന്മാരെ കിട്ടി. ഇനി 2ഉം കൂടെ അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച നമ്മുടെ ഹെക്സഗൺ ഈസ് കംപ്ലീറ്റ്. ആൻഡ് കൂട്ടി യോജിപ്പിക്കാനായിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. വൗ മാൻ, വേറെ ലെവൽ. ഇനി ഇതിൻ്റെ പുറത്തോട്ട് നിൽക്കുന്ന എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ നമുക്ക് മുറിച്ച് മാറ്റണം. അതിനായിട്ട് ഏറ്റവും വലിയ കത്രിക, സിസേഴ്സ് എടുക്കുക. കറക്റ്റ് അതിൻ്റെ സെൻറ്ററിലൂടെ അങ്ങോട്ട് കട്ട് ചെയ്ത് ഒന്ന് കറക്കി എടുത്താൽ ഡൺ.
ഇനി സ്വല്പം ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് അലാസ്റ്റിക് കളികളാണ്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് LED മൊഡ്യൂളുകളാണ് നമ്മുടെ ഒരു സോഫ്റ്റ് ബോക്സിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ കോസ്റ്റ് നമുക്ക് ചുരുക്കി 20 രൂപയിലേക്ക് എത്തിച്ചത്. കാരണം ഈ ഒരു LED മൊഡ്യൂളിന് 9 വാട്ടിൻ്റെ നോർമൽ നമ്മൾ റൂമിൽ ഉപയോഗിക്കുന്ന LED മൊഡ്യൂളിന് വെറും 10 രൂപ വരുന്നുള്ളൂ. പിന്നെ ഒരു 12 വാട്ട് അതിൻ്റെ പ്ലസ് ഒരു അഡീഷണൽ 12 വാട്ടിൻ്റെ ബൾബിന് വരുന്നത് 15 രൂപയാണ്. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് 12 വാട്ടിൻ്റെ ഈ ഒരു LED പാനൽ മൊഡ്യൂൾ എന്നൊക്കെ പറയാം. അപ്പോൾ ചീപ്പായിട്ട് ഇത് സംഭവം നമ്മുടെ ഇലക്ട്രോണിക് ഷോപ്പിൽ കിട്ടും. ഓൺലൈനിൽ ടു എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഓൺലൈൻ ചൂസ് ചെയ്യാതെ നിങ്ങൾ ഓഫ്ലൈനായിട്ട് സാധനം എടുത്താൽ വളരെ ലോ ബഡ്ജറ്റിൽ ചീപ്പ് റേറ്റിൽ ഈ ഒരു സംഭവം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഒരു പാനലിൻ്റെ ലൈഫ് വളരെ കുറവാണ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ. അതിനായിട്ട് നമുക്ക് ഹീറ്റ് ഡെസിപ്പേറ്റ്, അതായത് ഹീറ്റ് പുറത്തേക്ക് പോകാനായിട്ട് നമുക്കൊരു മെറ്റൽ പീസ് കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അതും കൂടെ വെക്കുമ്പോൾ ഈ ഒരു ബൾബിന്, അതായത് ഒരു ബൾബ് മൊഡ്യൂളിന് കുറച്ചുകൂടെ ഒന്ന് ലൈഫ് കൂടും. പിന്നെ ഇതിന് കണക്ഷൻ കൊടുക്കാൻ വളരെ സിമ്പിളാണ്. അതിൻ്റെ മുന്നിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ലൈൻ ആൻഡ് ന്യൂട്രൽ. ആ രണ്ട് ഭാഗത്ത് നമ്മൾ 240 വോൾട്ട് സപ്ലൈ കൊടുത്താൽ വേറൊരു റെഗുലേറ്ററോ കാര്യങ്ങളൊന്നും വേണ്ട, ഡയറക്റ്റ് നമ്മളെ ബൾബ് ബ്ലിങ്ക് ചെയ്യും, അതായത് ലൈറ്റ് കത്തും. ഈ ഒരു സാധനം കറക്റ്റ് നമ്മളെ ഡോമിൻ്റെ സെൻറ്ററിലേക്ക് അങ്ങോട്ട് ഫിറ്റ് ചെയ്യുക. അതിൻ്റെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വെച്ചിരുന്നു ലോഡാക്കി വെച്ചാൽ അത് കറക്റ്റ് അതിൽ ഫിറ്റ് ചെയ്യുന്നുള്ളൂ. നമ്മളിവിടെ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സംഭവം ലോഡാക്കി വെച്ചത്. അതുപോലെ തന്നെ അതിന് 2 കണക്ഷൻ എടുത്ത് ജസ്റ്റ് ഒരു പ്ലഗും നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റൻഷൻ ബോർഡ് യൂസ് ചെയ്യാം. അതായത് ലെങ്ത്തുള്ള വയറുണ്ടെങ്കിൽ ആ സംഭവം എടുക്കുക, ഡയറക്റ്റ് നമ്മുടെ പ്ലഗിലേക്ക് പ്ലഗ് ഇൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യെസ് ഡൺ ആണ്. നമ്മുടെ കണക്ഷൻസ് ഒക്കെ റെഡിയാണ്. യെസ് ഡൺ. ഇനി നമ്മൾ ഈ ഒരു ഡോം ഫിക്സ് ചെയ്യാൻ പോകുന്നത് നമ്മൾ DIY ട്രൈപോഡിലേക്കാണ്. അപ്പോൾ അതിനായിട്ട് 25 mm 3/4 ഇഞ്ചിൻ്റെ എൻഡ് ക്യാപ്പ് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മുടെ ഡോമിൻ്റെ ബാക്കിലേക്ക് അങ്ങോട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ DIY PVC ട്രൈപോഡ്. അപ്പോൾ ഇതിൻ്റെ എൻഡിലേക്കാണ് നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ച ആ ഒരു ഡോമും പ്ലസ് ആ ഒരു എൻഡ് ക്യാപ്പ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഡൺ. ഇനി നമുക്ക് ഇഷ്ടാനുസരണം പൈപ്പിൻ്റെ ലെങ്ത്ത് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. ഇനി എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. യെസ്, നമ്മളിപ്പോഴും ഡോമിന് ഡിഫ്യൂസർ വെച്ചിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ഡിഫ്യൂസറായിട്ട് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ഓയിൽ പേപ്പർ, ഗ്ലാസ് പേപ്പർ, ബട്ടർ പേപ്പർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു സാധനമാണ്. 10 രൂപയ്ക്ക് 5 പേപ്പർ കിട്ടും കടയിൽ ഓഫ്ലൈനായിട്ട് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു 1 വെച്ചാൽ തന്നെ നമുക്ക് ഇൻറ്റൻസിറ്റി വളരെ കുറയ്ക്കണമെങ്കിൽ 2 ബട്ടർ പേപ്പർ വയ്ക്കാം. അല്ല ഒരു നോർമൽ ലൈറ്റ് കിട്ടണമെങ്കിൽ ഒറ്റ ബട്ടർ പേപ്പർ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിലൊരു അഡീഷണൽ റെഗുലേറ്ററും കൂടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഇഷ്ടാനുസരണം ലൈറ്റിൻ്റെ പവർ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ആൻഡ് ഫൈനലി ഇതാണ് നമ്മുടെ DIY സോഫ്റ്റ് ബോക്സ്. അപ്പോൾ നമ്മൾ ട്രൈപോഡിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഹൈറ്റ് കിട്ടി. അപ്പോൾ ഞാനിപ്പോൾ എക്സ്റ്റെൻഡ് ഇട്ടിട്ടാണ് ഹൈറ്റ് കൂട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഹൈറ്റിലേക്ക് ഈ ഒരു സാധനത്തിന് എത്തിക്കാം. ഇപ്പോൾ കറക്റ്റ് അവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു അടിപൊളി ലൈറ്റ് കിട്ടുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ബാക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. ആ എൻഡ് ക്യാപ്പ് ഫിറ്റ് ചെയ്ത ശേഷം വീണ്ടും ഒരു ടീ ഇട്ട് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ ഡിഫ്യൂസറായിട്ട് ഒറ്റ ലെയർ അത്ര ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ലൈറ്റ് പുറത്തേക്ക് വരുന്നതിനനുസരിച്ചുള്ള ഒരു ടൈപ്പ് ഓഫ് ഡിഫ്യൂസർ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് പകരം നമ്മൾ വൈറ്റ് മുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്താലും അടിപൊളിയായിട്ടുള്ള ലൈറ്റ് തന്നെ കിട്ടും. കുറഞ്ഞ ബജറ്റിൽ നിങ്ങൾക്ക് നല്ലൊരു ലൈറ്റിംഗ് സെറ്റപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു DIY സെറ്റപ്പ് നിങ്ങൾക്ക് എന്തായാലും പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നെക്സ്റ്റ് ഒരു അടിപൊളി ക്രിയേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം.